കവളും പൊത്തി വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൂര്യയെ രാഹുൽ ദേഷ്യത്തിൽ നോക്കി. എൻ്റെ മോളെ, നീ ഇവിടെ വന്നിരിക്ക്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഡാഡി മിണ്ടരുത്, അവൻ എന്നെ തല്ലിയത് കണ്ടു നിന്നില്ലേ? ഒന്ന് പ്രതികരിച്ചു പോലുമില്ല. തിരിച്ചവനൊന്ന് കൊടുത്തൂടായിരുന്നോ? അത് മോളെ, കുത്താൻ വരുന്ന പോത്തിനോട് വേദ ഓതിയിട്ട് എന്ത് കാര്യം? ഇടപെട്ടിരുന്നുവെങ്കിൽ എനിക്കും കിട്ടിയേനെ. അവൻ്റെ പ്രായം പോലും നോക്കില്ല. ഇവൻ ഒറ്റൊരുത്തനാണ് മുഴുവൻ കുളാക്കിയത്. ഇവനോട് ഞാനൊരു 100 തവണ പറഞ്ഞു, അപ്പുറത്ത് അഭിറാമാണ് സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അവൻ ഓവർ കോൺഫിഡൻസ്. നിനക്ക് എന്തറിയാം അഭിറാമിനെ പറ്റി? വേറൊരുത്തനുണ്ട്, വീരപ്പൻ ഗിരി. അവൻ പുലിയാണ്, കടുവയാണ്. ഇപ്പം കയ്യും കാലും ഒടിഞ്ഞ് കെട്ടിത്തൂക്കി ഹോസ്പിറ്റലിലുണ്ട്. അവൻ്റെ കുടുംബത്തിന് നേരുകൊണ്ട് തട്ടിപ്പോയില്ല. ഒപ്പം കൊണ്ടു നടക്കുന്ന ഒരുത്തിയെ പോലും തക്കം പാത്ത് കൊല്ലാൻ നോക്കാൻ കഴിയാത്തൊരു കിഴങ്ങൻ. ഇവനെയൊക്കെ കൂട്ടി ഓരോന്നിനിറങ്ങി എന്നെ പറഞ്ഞാൽ മതി. തൻ്റെ നേരെ കയർക്കുന്ന സൂര്യയെ കണ്ട് രാഹുലിന് ദേഷ്യം വന്നു. മതി നിന്റെ പ്രസംഗം. ലക്ഷ്മിയെ കൊന്നു തരാമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അഭിറാമിൽ നിന്ന് അകറ്റാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കൊന്നു തള്ളാനായിരുന്നുവെങ്കിൽ എന്നേ ആകാമായിരുന്നു. എവിടെയോ ഒന്ന് പാളി. അതാണ് അഭിറാം എന്നെ മനസ്സിലാക്കിയത്. എങ്കിലും എങ്ങനെയാവും ഞാൻ ഇതിലുണ്ടെന്ന് അവൻ അറിയുക? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ അവനെ പറ്റി? ശക്തിയും ബുദ്ധിയും. മതി, ഒരു ശക്തിയും ബുദ്ധിയും. എപ്പോൾ കണ്ടാലൊരു മുടിഞ്ഞ വർണ്ണന. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തവനെ നോക്കി എന്തിനെങ്ങനെ വെള്ളം ഇറക്കുന്നേ? ഉണ്ടായിരുന്ന പ്രതീക്ഷ അവൻ്റെ അച്ഛനായിരുന്നു, അതും പോയി. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അഭിറാമിന് എങ്ങനെ ഒരു പണി കൊടുക്കാമെന്നാണ്. ആഹാ, കൊള്ളാലോ, നല്ല ബുദ്ധി. എങ്ങനെയുള്ള പണിയെ ഉദ്ദേശിക്കുന്നേ? ഇപ്പം തന്നെ ഇത്രയും ചെയ്ത് നിന്നെ അവൻ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തോ നല്ല പ്ലാനുണ്ട്. കടൽ പുറകോട്ട് വലയുന്നത് പേടിച്ചിട്ടല്ല, മുന്നോട്ട് ശക്തിയിൽ കുതിക്കാനാണ്. സൂര്യൻ, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് അഭിറാമിന് ശരീരത്തിൽ ഉറപ്പ് അവൻ്റെ മനസ്സിനാണ്. അവിടെ വേണം അവന് നോവാൻ. നടു റോഡിലൊരു ഭ്രാന്തനെ പോലെ ചുറ്റും നടന്നതറിയാതെ ഇരുന്നിരിപ്പിലില്ലേ? അന്നേ ഞാൻ മനസ്സിലാക്കി അവൻ്റെ ബലഹീനത. അവന് വേദനിക്കണമെങ്കിൽ അവനെയല്ല, അവൻ്റെ പ്രിയപ്പെട്ടവരുടെ വേണം ചോര ഒഴുകാൻ. ലക്ഷ്മി, അവളെ എനിക്ക് വേണം ജീവനോടെ. അതുകൊണ്ട് ഇത്തവണ എൻ്റെ ടാർഗറ്റ് വേറെയാ. നീ അവൻ്റെ അമ്മയെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ പെങ്ങളോ? സൂര്യ, ഒരാണിന് അച്ഛനും അമ്മയും അനിയത്തിയും കാമുകിയും മാത്രമല്ല പ്രിയപ്പെട്ടത്. സ്വന്തം ചങ്കിൽ നിന്ന് ചോര പൊടിഞ്ഞുവെങ്കിലും അതൊരു വേദനയല്ലേ? രാഹുൽ, നീ ഉദ്ദേശിക്കുന്നത്? അതേ സൂര്യ, അവനെ തന്നെ. അഭിറാമിൻ്റെ നിഴൽ അല്ല, അതിലും വിശ്വസ്തൻ സഞ്ജീവ് മഹാദേവൻ. പക്ഷേ രാഹുൽ, അവർ തമ്മിൽ വെറുമൊരു ഫ്രണ്ട്ഷിപ്പല്ല. സഞ്ജീവില്ലാതെ അഭിയെ കാണുന്നത് തന്നെ അപൂർവമാണ്. എനിക്കറിയാം അവർ തമ്മിലെ ബന്ധം. ചോരയിൽ കുളിച്ച് ലക്ഷ്മി കിടന്നപ്പോൾ പതറിപ്പോയ അഭിറാം ആശ്രയം കണ്ടത് സഞ്ജീവൻ്റെ കയ്യിലാണ്. അന്നേരം അവൻ്റെ ഒറ്റ ചേർത്ത് നിർത്തലിൽ അഭിറാമിൽ ആർജിച്ച ധൈര്യം ഞാൻ നേരിൽ കണ്ടതാണ്. എങ്കിലും ഒന്നുകൂടെ ആലോചിച്ച് പോരെ രാഹുൽ. നിനക്കൊരു കഥയറിയാമോ സൂര്യ? പണ്ട് മഹാഭാരത യുദ്ധത്തിൽ തൻ്റെ സഹോദരനാണ് കർണൻ എന്നറിഞ്ഞപ്പോൾ വില്ലാളി വീരനായ അർജുന് കർണനെ കൊല്ലാൻ സാധിച്ചില്ല. അപ്പോൾ അർജുനന് ധൈര്യം കൊടുത്ത് കൂടെ നിന്നത് കൃഷ്ണനാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കൃഷ്ണൻ അന്ന് അങ്ങനെ ചെയ്തില്ല എങ്കിൽ, കർണൻ മരിച്ചില്ല എങ്കിൽ ചരിത്രം മാറിപ്പോയേനെ. ഒരുപക്ഷെ ജയിക്കുക കൗരവറാവും. അർജുനന് കൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെയാണ് അഭിറാമിന് സഞ്ജീവ്. ഇനി അഭിറാമിൻ്റെ തകർച്ചയുടെ തുടക്കമാണ്. അവിടെ ധൈര്യം പകരാൻ സഞ്ജീവ് വേണ്ട. ആദ്യം സഞ്ജീവ്, പിന്നെ ലക്ഷ്മി. സ്വന്തം ചങ്കും ചങ്കിടുപ്പും നഷ്ടമായ അവിടെ തീരൂ അഭിറാം വർമ്മ. കത്തുന്ന പകയിലിരിക്കുന്ന രാഹുലിനെ സൂര്യ പേടിയോടെ നോക്കി. കട്ടിലിൽ കണ്ണടച്ച് ചാരിയിരിക്കുന്ന അഭിയെ കണ്ടാണ് സഞ്ജു റൂമിൽ വന്നത്. ഇരുന്നുറങ്ങി താഴെ വീഴുവോ? ഉറക്കം വരുന്ന കിടന്നുറങ്ങടാ. ആ സഞ്ജു, ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാൻ ലക്ഷ്മിയെ പറ്റി ഓർത്തിരുന്ന് പോയതാ. ഹോസ്പിറ്റലായിരുന്നുവെങ്കിൽ അവളൊപ്പം ഉണ്ടായിരുന്നില്ലേ? പോയപ്പോൾ ഒരു സങ്കടം. അതൊക്കെ പോട്ടെ, ഇതാണോ നിൻ്റെ അരമണിക്കൂർ? നീ എവിടെ പോയതായിരുന്നു ഇത്ര നേരം? നിന്റെ പ്രേമം മാത്രം പൂത്താൽ പോരല്ലോ, എൻ്റെയും ഇടയ്ക്ക് പൂക്കണം. ആകെ ടെൻഷനായിരുന്നില്ലേ? അതുകൊണ്ട് അവളോട് നല്ലപോലെ സംസാരിക്കാനും പറ്റാറില്ല. അപ്പോൾ കോളേജിലൊന്ന് പോയി കണ്ടു. ദർശന പുണ്യം സ്പർശനേ പാപം എന്നല്ലേ നിന്റെ ഓർഡർ? അതുകൊണ്ട് പോയി കണ്ട് അങ്ങ് സായുജ്യം നടഞ്ഞു. ഒത്തിരി ഡയലോഗ് അടിച്ച് ദർശനം പോലും ഞാൻ വേണ്ടെന്ന് വെക്കും. എന്താ, വേണോ? കാല ചതിക്കല്ലേ, നിനക്ക് ശാപം കിട്ടും, നോക്കിക്കോ. ലക്ഷ്മി എങ്ങാനും കിട്ടിയ ഇതേ അവസ്ഥയാവും നിനക്കും. അപ്പോൾ എൻ്റെ വേദനയെ നീ അറിയൂ. എൻ്റെ സഞ്ജു, നിന്റെ നാക്കിങ്ങ് കാട്ടിയേ. കരിനാക്കാണോ എന്ന് നോക്കട്ടെ. ഇമ്മാതിരി പ്രാക്ക്. അത് പോട്ടെ, നീ അവളോട് നമ്മൾ രണ്ടാളും ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞോ?
ഇല്ല. എന്താ ഫോൺ എടുക്കാത്തേ? അഭിയേട്ടൻ രാത്രി വരാത്തേ? എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ക്രോസ് വിസ്താരമായിരുന്നു. നീ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. ഉടൻ അവൾ പറയാ, എന്തിനെ കള്ളം പറയുന്നേ? ബോബന് മോളിയിലുള്ള പട്ടിയെ പോലെ അഭിയേട്ടൻ എവിടെ പോയാലും പുറകെയല്ല നിങ്ങളെന്ന്. അതവൾ സത്യമല്ലേ പറഞ്ഞേ? എന്ത്, ഞാൻ പട്ടിയാണെന്നോ? അയ്യോ അതല്ല സഞ്ജു, ഞാൻ എവിടെ പോയി എന്ന് നിനക്കറിയാണ്ടിരിക്കോ? നീ എന്തിനറിയില്ല എന്ന് പറഞ്ഞേ? അതൊക്കെ പോട്ടെ, രാഹുൽ വിഷയം എന്തായി? എവിടുന്ന് കിട്ടി അവനെ? രാഹുലിനെ കണ്ടതും അവൻ പറഞ്ഞതുമായ എല്ലാം അഭി അവനോട് പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ സഞ്ജു തരിച്ചു നിന്നു. എൻ്റെ അഭി, അവനിങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക്? ഇതൊക്കെ ആയിട്ടും നീ അവനെ വെറുതെ വിട്ടോ? നിനക്കറിയില്ലേ സഞ്ജു, ഞാൻ എൻ്റെ ശത്രുക്കളെ വെറുതെ വിടില്ല എന്ന്. പിന്നെ എൻ്റെ ജീവൻ കയ്യിലുള്ള അവനെ ഞാൻ വെറുതെ വിടുമോ? പക്ഷേ അതിനു മുന്നേ എനിക്ക് ലക്ഷ്മിയെ സേഫാക്കണം. എങ്ങനെ, എന്താ ഉദ്ദേശിക്കുന്നത്? അവളിവിടെ ഉണ്ടാവണം, എൻ്റെ വീട്ടിൽ, എൻ്റെ കൺമുന്നിൽ. ലക്ഷ്മി എൻ്റെ ഭാര്യ എന്നാവുമോ? അന്ന് തൊട്ട് രാഹുലിനുള്ള പണിയാ, 8ൻ്റെ പണി. കല്യാണം ഉടൻ? എങ്ങനെയും എത്രയും പെട്ടെന്ന്. എന്നിട്ട് വേണം സഞ്ജു ആ രാഹുലിനെ. ദേഷ്യത്തിൽ അഭി അവൻ്റെ കൈ ചുരുട്ടി. എന്താണ് അഭി നിന്റെ പ്ലാൻ? അതോ മനസ്സിലുള്ളത് എന്നോട് പറയാത്തതാണോ? അല്ലെങ്കിൽ നീയിപ്പോൾ എന്നോടൊന്നും പറയില്ല? എന്തോ ആലോചനയിലായിരുന്ന അഭിയോടായി സഞ്ജു പറഞ്ഞു. എന്ത് പറഞ്ഞില്ല എന്നാ നീ പറയുന്നത്? സഞ്ജു, നീ അറിയാത്ത വല്ല രഹസ്യവും എനിക്കുണ്ടോ? ഇല്ലെന്നാ കരുതിയേ. പക്ഷേ രാഹുൽ എവിടെയെന്നറിഞ്ഞിട്ടും നീ എന്നോട് പറഞ്ഞു. അത് പോയി വന്നിട്ട് മതിയെന്ന് കരുതി തന്നെയാണ് പറയാതിരുന്നേ. അവർ തമ്മിൽ ക്യാഷ് കൈമാറുന്നത് നേരിൽ കണ്ടെങ്കിലും അവൻ സൂര്യയുടെ ഒപ്പം റിസോർട്ടിലുണ്ടെന്ന് കരുതിയില്ല. ക്യാഷ് കൈമാറുന്ന കാര്യം നേരിൽ കണ്ടോ? നീ എന്താ അഭി പറയുന്നേ? അഭി തൻ്റെ ഫോണിലെ ഗാലറി തുറന്നൊരു വീഡിയോ സഞ്ജുവിനെ കാണിച്ചു. രാഹുലിന് സൂര്യയും രാമചന്ദ്രനും പൈസ കൈമാറുന്നൊരു വീഡിയോ ആയിരുന്നു അത്. ഇതെങ്ങനെ നിനക്ക് എവിടുന്ന് കിട്ടി? ഇത് കഴിവ് കൊണ്ട് കിട്ടിയതല്ല സഞ്ജു, ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. എങ്ങനെ, എവിടെ വെച്ച്? എന്തായാലും നീ രക്ഷപ്പെട്ട് ഇത് ലക്ഷ്മിയെ കാണിച്ച അവൻ്റെ ഫുൾ കള്ളത്തിന് വെളിയിൽ കൊണ്ടുവരാം. നീ ഓർക്കുന്നില്ലേ, നമ്മൾ ലക്ഷ്മിയെ കാണാൻ സൂര്യ ടെക്സ്റ്റൈൽസ് പോയ അന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്നു. അവനെ അവിടെ കണ്ടപ്പോൾ തന്നെ എന്തോ അപകടം മണത്തു. അവിടെ ഗോഡൗണിൽ കണ്ട കാഴ്ച ഇതാണ്. അപ്പോൾ തന്നെ റെക്കോർഡും ചെയ്തു. പക്ഷേ ഞാൻ ലക്ഷ്മി ഇതൊന്നും കാണിച്ച അവൾ വിശ്വസിക്കില്ല. രാഹുൽ, അവൻ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ്. ലക്ഷ്മി അവൻ്റെ മുന്നിലുള്ള ഓരോ നിമിഷവും ആപത്താണ്. എന്താപത്താണ് അഭി? അവൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ അവളോടൊരു സ്നേഹവുമില്ലാന്ന്? പിന്നെ കൊല്ലാൻ അതിനായിരുന്നുവെങ്കിൽ പണ്ടേ ചെയ്യേണ്ടല്ലേ? പ്രേമമില്ല എന്നേ പറഞ്ഞുള്ളൂ, കാമമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ ആഗ്രഹം അവനിൽ ചീത്തയാണ്. ഒരു നിമിഷമെങ്കിലും എൻ്റെ തോൽവി ലക്ഷ്മിയും ആഗ്രഹിച്ച. ലക്ഷ്മി അങ്ങനെ ഒന്നുള്ളൊരു പെണ്ണാണ് എന്ന് നിനക്ക് തോന്നുന്നില്ല? ആവില്ല എന്നല്ല, അല്ല. പക്ഷേ അവളെ വേറൊരാൾ നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ എനിക്ക് അവനെ കൊല്ലേണ്ടി വരും. ഞാനിപ്പോൾ തന്നെ ലക്ഷ്മിയുടെ ചെറിയമ്മയുടെ അടുത്ത് നല്ലൊരു ഓഫർ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്ത് ഓഫർ? എൻ്റെ അമ്മായിയമ്മ എന്ന ഓഫർ. എന്നെ പോലെ തന്നെ രാഹുലിനെ അവർക്കും ഇഷ്ടമല്ല. പിന്നെ അവരുടെ സ്വന്തം മോളുടെ ഭാവി. ഇതൊക്കെ ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നല്ലതാണ് എന്ന് തോന്നിക്കാണും. ഏതു വിധേയനെയും കല്യാണത്തിന് സമ്മതിപ്പിക്കും എന്ന് ഉറപ്പും തന്നു. എങ്കിലും അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തു ചെയ്യും അഭി? അതിനുള്ള മറുപടി കൊടുക്കുന്നതിന് മുന്നേ ഗിരിധർ റൂമിൽ വന്നു. അച്ഛനെ കണ്ടതും അഭി എണീറ്റ് തിരിഞ്ഞു നിന്നു. എന്താ അഭി, എന്നോട് പിണങ്ങിയോ നീ? തിരിഞ്ഞു നിന്നതെന്തേ? എത്ര ദിവസമായി ഓഫീസിലോട്ട് കയറിയിട്ട്? നീ ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പെൻഡിങ് എന്നറിയോ? ഡാഡി അവിടെ ഇല്ലേ? പിന്നെന്തിനാ ഞാൻ? മെഷീനൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ, ഇടയ്ക്ക് റെസ്റ്റ് വേണം. ഡാഡിക്ക് ചെയ്യാനുള്ളതല്ലേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അങ്ങനെയാണോ അഭി? MD സൈൻ ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ചെയ്താൽ മതിയോ? ഇനി ഞാനൊരു കാര്യം ചെയ്യാം, സൈൻ ചെയ്തിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കാം, MDക്ക് പ്രണയ നൈരാശ്യമാണ്, അതുകൊണ്ട് ലോങ് ലീവിലെന്ന്. അത് പോരെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഇടാം. ഡാഡി, എന്നെ ഇങ്ങനെ മെൻ്റലി ഇറിറ്റേറ്റ് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വേണ്ടേ അഭി? പിന്നെ നിന്റെ കാര്യത്തിൽ ഇതുവരെ എൻ്റെ വാശിയല്ല ജയിച്ചത്. ഇത്തവണ നിന്റെ ജയിക്കട്ടെ. കേട്ടത് വിശ്വാസം വരാതെ അഭി ഗിരിധരനെ നോക്കി. അതെ അഭി, നിനക്കിഷ്ടമുള്ള ആ കുട്ടി ആരാണോ അവളെ എൻ്റെ മരുമകളാക്കാൻ എനിക്ക് സമ്മതമാണ്. ഗിരിധരനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അഭി അദ്ദേഹത്തെ ഇറുക്കെ പുണർന്നു. സ്കൂൾ കാലത്ത് എപ്പോഴോ ബെസ്റ്റ് സിംഗർ ആയപ്പോൾ താൻ വിഷ് ചെയ്തു. അപ്പോഴാണ് അവൻ തന്നെ ഇങ്ങനെ അവസാനമായി കെട്ടിപ്പിടിച്ചത് എന്ന് അയാൾ വേദനയോടെ ഓർത്തു. അല്ലെങ്കിലും അവന് പ്രിയപ്പെട്ടത് സ്വന്തമായാലല്ലേ അവന് ഹാപ്പിയാകൂ. അഭിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല.
സന്തോഷം കൊണ്ട് അവൻ കരഞ്ഞു പോയിരുന്നു. അബി, ഇങ്ങനെ നീ കെട്ടിപ്പിടിച്ച് ഒത്തിരി കാലം പിടിക്കേണ്ടി വരില്ല. ഇത്തിരി കാലം കൂടി ഞാൻ ജീവിച്ചോട്ടെ. അയ്യോ സോറി ഡാഡി, ഞാൻ സന്തോഷത്തിൽ. ഇതെല്ലാം കണ്ട് ഇപ്പം എന്താ നടക്കുന്നതെന്നറിയാതെ സഞ്ജു വാവിളിച്ച് നിന്നു. സഞ്ജു, ഇങ്ങനെ നിന്നാ മതിയോ? നീയും സെറ്റിൽഡ് ആവാൻ ടൈമായി. പക്ഷേ അങ്കിൾ മുൻകൈ എടുക്കണം, അല്ലേ ഒന്നും നടക്കില്ല. നിന്റെ കല്യാണത്തിന് ഞാനെന്ത് വേണം? ദേവൻ വേണ്ട തീരുമാനമെടുക്കാൻ. അത് അങ്കിൾ. പെട്ടെന്ന് അഭി സഞ്ജുവിൻ്റെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു. അമ്മയെന്ന് വിളിച്ചവൻ ബെഡിലിരുന്നു. അത് ഡാഡി, ദേവൻ അങ്കിളിനോട് പറയാൻ മുൻകൈ എടുക്കണമെന്ന സഞ്ജു ഉദ്ദേശിച്ചേ അല്ലേ സഞ്ജു? അതേ എന്ന മട്ടിൽ അവൻ തലകുലുക്കി. അബി, നിങ്ങൾ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് എപ്പോൾ നിന്റെ കല്യാണം നടത്താനും ഞാൻ തയ്യാറാണ്. പെട്ടെന്നായാൽ അത്രയും നല്ലത്. നെക്സ്റ്റ് മന്ത് സിംഗപ്പൂർ ഒന്ന് പോവേണ്ടി വരും. ശരി ഡാഡി. അവൻ്റെ തലയിൽ തലോടി ഗിരിധർ പോയി. കാല, നീ എന്ത് പണിയെ കാണിച്ചത്? ഞാൻ ഇപ്പോൾ തന്നെ അങ്കിളിനോട് പറഞ്ഞ് ഞങ്ങളുടെ കാര്യം കൂടി ശരിയാക്കിയേനെ. എൻ്റെ സഞ്ജു, നീ ഇപ്പോൾ പറഞ്ഞാലേ നിന്റെ കഞ്ഞിയിലും പാറ്റ വീഴും, എൻ്റെയിലും വീഴും. അതുമല്ല, ആമി പഠിക്കുവല്ലേ, ടൈം ഉണ്ടല്ലോ. അതും ശരിയാണ്. നിന്റെ മാവ് പൂത്തു. ഇനി എന്നാണോ എൻ്റെ അല്ല അബി, ഇപ്പോൾ അങ്കിളിനെ കെട്ടിപ്പിടിച്ച പോലെ തന്നെ ആവില്ലേ നീ ലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുക? പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിലും സ്നേഹത്തിലാവും പിടിക്കുക. എന്താ, ഞാൻ നിനക്ക് ടാക്സ് തരണോ? അയ്യോ വേണ്ട, പാവം, ഇതിലും വലുതെന്തോ അതിന് വരാനിരുന്നതാണ്. തമാശയ്ക്കല്ലേ? ഒരു സിംഹം വീണു. ഇനി അവളെ ഞാൻ എങ്ങനെ വീഴ്ത്തും? എല്ലാം ചെറിയമ്മയുടെ കയ്യിൽ. അഭിമയിലോട്ട് നോക്കി ബെഡിലിരുന്നു. കുടുംബം മുഴുവൻ രക്ഷപ്പെടാനേ ഈശ്വരനായി ഒരു അവസരം തന്നു. അത് വേണ്ടെന്ന് വെച്ച് ഇവിടെ വരുത്തി അവളുടെ മുടിഞ്ഞൊരു പരിശുദ്ധ പ്രേമം. ഞാനും രക്ഷപ്പെടുമൊപ്പം അനിയത്തിയും രക്ഷപ്പെടുമെന്നൊക്കെ വേണം ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ. അതിനവൾക്ക് ഞാനും എൻ്റെ മോളും സ്വന്തമെന്ന തോന്നൽ വേണ്ടേ? തനിക്ക് നേരെ ചെറിയമ്മ പറയുന്ന ഓരോ വാക്കും അമ്പ് പോലെ ലക്ഷ്മിയുടെ ഉള്ളിൽ തറച്ചു. എന്നിട്ടുമൊന്നും മിണ്ടാതെ ലക്ഷ്മി ഇരുന്നു. ലക്ഷ്മി, എന്താ നിന്റെ തീരുമാനം? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രാഹുലിനെ അങ്ങനെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ കാരണമാണ് അവൻ്റെ കൂടെ പിറപ്പ്. നീ എന്ത് ചെയ്തു? അവളുടെ വിധി അതായിരുന്നു. നീ നിത്യയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവളുടെ നല്ല ഭാവി മുന്നിൽ കണ്ട് നീ ഒന്ന് സമ്മതിക്കണം. എനിക്ക് പറ്റില്ല ചെറിയമ്മ, എന്ത് പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. അവനെ കെട്ടുന്നതിലും ഭേദം മരിക്കുന്നതാണ്. എങ്കിൽ നീ പോയി മരിക്ക്, ഒപ്പം അച്ഛനെയും കൂട്ടിക്കോ. നിനക്ക് അച്ഛനെന്ന ചിന്തയില്ലെങ്കിൽ പിന്നെ എനിക്കാണോ? ചേച്ചി പ്ലീസ് ഒന്ന് സമ്മതിക്ക്. അഭിറാം വർമ്മയാണ് ചേച്ചിയുടെ ഭർത്താവെന്നറിഞ്ഞ ഉറപ്പായും അനന്തുവിൻ്റെ പാരൻസ് ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കും. നിത്യ, നിനക്ക് അനന്തു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് രാഹുലും. ചെറിയമ്മ പൈസയോടുള്ള ആർത്തി കൊണ്ട് പറയുന്നതാണ്. അതിൻ്റെ ഒപ്പം നീയും. എല്ലാവർക്കും സ്വന്തം കാര്യം. ചേച്ചി വെറും മണ്ടിയ. രാഹുലിനെ കെട്ടിപ്പിടിച്ചിരുന്നു. അവൻ്റെ ബാധ്യതയൊക്കെ തീർത്തു വരുമ്പോൾ മൂക്കിൽ പല്ല് മുളയ്ക്കും. ചേച്ചി കാരണം എൻ്റെ ജീവിതവും പോകും. ദേഷ്യത്തിൽ നിത്യ എണീറ്റുപോയി. പണവും ആർഭാടവും മനുഷ്യനിൽ വരുത്തുന്ന മാറ്റം കണ്ട് ലക്ഷ്മി തറഞ്ഞു നിന്നു.